അടവ് നയമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, അടവ് നയമായിരുന്നു? അടവ് നയം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഗാന്ധി വധത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ അസ്തിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ജനസംഘത്തിനും RSSനും അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു പരിപാടിൻ്റെ ഭാഗമാണിത് മുഴുവൻ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗാന്ധി വധത്തോടു കൂടി RSS ഇല്ലാതായിരുന്നു ഇവിടെ ഇന്ത്യയിൽ, അതുപോലെ തന്നെ ജനസംഘവും ഇല്ലാതായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ പറയുന്ന രണ്ടു പാർട്ടിയും തിരിച്ചു വന്നതെന്നുള്ളതാണ്. ഈ പാലക്കാട് 1966 4 മണ്ഡലങ്ങളാണല്ലോ കേരളത്തിൽ മത്സരം നടക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ ആരാണ് ഈ പറഞ്ഞ ജനസംഘത്തെ സപ്പോർട്ട് ചെയ്തത്? ജനസംഘത്തെ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ്സാണ്. ഈ ജനസംഘത്തെ സപ്പോർട്ട് ചെയ്ത ലീഗാണ്. ഈ പറഞ്ഞ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെയല്ലേ. ആ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സിനും ഈ പറയുന്ന CPMനും CPIക്കും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് RSSുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനസംഘവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? 1960 കാര്യം ഞാൻ പറയുന്നത്. അതിന് ശേഷമാണല്ലോ 77 വരുന്നത്. 77 എന്താണ്? 77 വരുന്ന അടിയന്തരാവസ്ഥയാണ്. അത് സ്വേച്ഛാധിപത്യത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരികയാണ് ഇന്ത്യയിൽ. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടു. അതിലത് പിരിച്ചുവിടാത്ത ഒരേ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതേതാണ്? അത് CPM ആണ്. ആ എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടിട്ട് സ്വന്തമായിട്ട് എന്ത് ജനതാ പാർട്ടി ഉണ്ടാക്കി. കലപ്പയന്തിയ കർഷകനായിരുന്നല്ലോ അതിൻ്റെ ചിഹ്നം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗത്ത് ജനസംഘം അടക്കം പിരിച്ചുവിട്ടു. ജനസംഘം പിരിച്ചുവിട്ടില്ലേ? പിരിച്ചുവിട്ടു. അതിൻ്റെ ഭാഗത്ത് RSS ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന എന്തായിരിക്കും? RSS ആണ് ഈ പറയുന്ന ജനസംഘത്തിൻ്റെ പിന്നാണി പോരാളി എന്നായിരിക്കും പറയുക. പക്ഷേ അങ്ങനെയല്ല. ആ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടിട്ടാണ് ഈ ഭാഗത്തിൻ്റെ ഭാഗമായി. പക്ഷേ CPM എന്ത് ചെയ്തു? പിരിച്ചുവിടാതെ സ്വന്തം അസ്തിത്വത്തോടുകൂടി നിന്നിട്ട് ഈ പറയുന്ന ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. അങ്ങനെയാണ് ഈ പറയുന്ന ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പറഞ്ഞ അടിയന്തരാവസ്ഥക്കെതിരാണ്. അത് എത്ര നാളാണ് പോയത്? 2 കൊല്ലമായി. ആ സമയത്ത് എവിടെ RSSും CPMുമായിട്ട് ബന്ധം? RSS CPMുമായിട്ട് ബന്ധമില്ല. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 2 വർഷം കഴിഞ്ഞപ്പോൾ RSS ഈ പറഞ്ഞ ജനതാ പാർട്ടിയിൽ പിടിമുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തുപോയ പാർട്ടിയുടെ പേര് CPM-ആണ്. ആ പറഞ്ഞ CPM. ആ സമയത്ത് എന്താണ്? ആ പുറത്തുപോയ സഖ്യത്തിൽ കോൺഗ്രസ് അവരോട് കൂടി. എന്നിട്ട് എന്താ ചെയ്തത്? 1987 ആരാണ് ജനസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ പോയി എവിടെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എന്നിട്ട് ആരോടാ മത്സരിച്ചത്? CPMനോടാ മത്സരിച്ചത്. അപ്പോൾ ഈ പാർട്ടികൾ രണ്ടും ആരാ കൂടിയാ? കോൺഗ്രസും ജനസംഘം ഒന്നിച്ചാണ് അല്ലേ? ഈ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പരിധി വരെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് ജനതാ പാർട്ടിയും ജനസംഘവും ഒന്നാണെന്നാണ്. അങ്ങനെയല്ല. ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ സഖ്യങ്ങളും ഒന്നിച്ചുള്ളതാണ് ജനതാ പാർട്ടി. മറ്റതെന്താ? ജനസംഘമാണ്. ജനസംഘം RSSൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഈ പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. അതാണ് RSS. അതാണ് പിന്നീട് BJP എന്ന് പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ അകത്ത് CPM RSSനെ പിന്തുണ പ്രഖ്യാപിച്ചു പറയുന്നത്? ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപോ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്ര പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും ഒരെണ്ണം RSSന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾ കാണിച്ചുകൊണ്ടാ? ആകെ രേഖ കൊണ്ടാ. നിങ്ങൾ ഈ പറയുന്ന സുന്ദരയെ രാജിവെച്ച കാര്യം പറഞ്ഞില്ല. അതിൽ പോലും അദ്ദേഹം രാജിവെക്കുന്നതിന് കാരണം പറയുന്നേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ RSSന് എന്ത് രേഖയുള്ളത്? പക്ഷേ എന്താണ്? കോൺഗ്രസ് ഈ പറഞ്ഞ ജനസംഘവുമായും RSSുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള 1000 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എത്ര സ്ഥാനാർത്ഥികൾ ഇവരുടെ ഭാഗമായി. അത് മാത്രമാണോ? ഇന്നത്തെ കഴിഞ്ഞ 1 മാസം മുന്നേ വരെയുള്ള KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് ഞാൻ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നു പറഞ്ഞ ആളുടെ പേരെന്താ? K. സുധാകരൻ. KPCC പ്രസിഡന്റിന്റെ പേരാണ്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ രേഖ കാണിച്ചു തരാൻ പറഞ്ഞാൽ CPMൻ്റെ ഔദ്യോഗിക രേഖയിൽ അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളുമായിട്ടും സംഘടനകളുമായിട്ടും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് RSS എന്ന് പറഞ്ഞ വർഗീയ പ്രസ്ഥാനമായിട്ടാണ് CPM കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും എന്നും വർഗീയ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു തെറ്റുപറ്റി. ജനതാ പാർട്ടി എന്ന് പറയുന്നതിന് പകരം അത് അദ്ദേഹം RSS എന്ന് പറഞ്ഞു പോയി. അതിന് നിങ്ങൾ ഇത്ര വലിയ സംഭവം കേരളത്തിൽ RSSന് സപ്പോർട്ട് മുഴുവൻ സപ്പോർട്ട് വേരും വളം ഉണ്ടാക്കി കൊടുത്ത പാർട്ടി പേര് കോൺഗ്രസ്. ഈ പറയുന്ന ജനതാ പാർട്ടി ഈ പറഞ്ഞ ജനസംഘം ഉണ്ടോ? RSS ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ എന്ന് പറയാം. സുന്ദരയുടെ കത്തിൽ വേറെ ഞാൻ പറയാം. എന്താ സുന്ദരയുടെ കത്തുണ്ടാവാൻ കാരണം എന്താ? അടിയന്തരാവസ്ഥ വന്നു ഇന്ത്യയില്. അടിയന്തരാവസ്ഥ ആരാ കൊണ്ടുവന്നത്? പിടിക്കാതെ ഒരു സ്ഥലത്ത് പോലും ജനസംഘത്തിന് ജയിക്കാൻ പറ്റാതെ പിടുത്തം വിട്ട് നിൽക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ജനസംഘം പിരിച്ചുവിട്ടത്. അതുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടാക്കിയത് അല്ലേ? ആ സ്ഥലത്താണ് നിങ്ങൾ എന്തുകൊണ്ടത്? അടിയന്തരാവസ്ഥ
ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായുള്ളവർക്ക് RSS ആണെന്ന്. അടിയന്തരാവസ്ഥ ആർക്കെതിരെയാന്ന് പറ. അടിയന്തരാവസ്ഥ നടന്നത് കോൺഗ്രസിനെതിരെയാണ്. ആ കോൺഗ്രസ് അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ഈ കാണുന്ന RSS BJP ഇത്രയധികം ജനസംഘം ഇത്രയധികം വളർന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന BJP ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന BJP ഉണ്ടാവുമോ? ഇന്ന് കാണുന്ന BJP ഉണ്ടാവുക കാരണക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നത്തെ കോൺഗ്രസ് ആണ്, അന്നത്തെയും കോൺഗ്രസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. 1966 ദീനദയാൽ ഉപാധ്യായ വന്നിട്ട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു 4 പേരെ. ആരാണ് ദീനദയാൽ ഉപാധ്യായ? ജനസംഘത്തിന്റെ RSSന്റെ നേതാവാണ്. അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. 4 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചുള്ളൂ. ആ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഞാൻ പറയുന്നത് ഗോവിന്ദ മാഷിന്റെ ഒരേ ഒരു വാക്ക് പിടിച്ചിട്ട് മറുപടി പറഞ്ഞു എന്താണ് കേരളത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സംവിധാനം RSSനെ വളർത്താൻ സംവിധാനം കൊടുത്ത കോൺഗ്രസ് CPM എന്നാണെന്ന്. അങ്ങനെയല്ല. ഗോവിന്ദ മാഷ്ക്ക് ഒരു നാക്കുപിഴ പറ്റി, അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. അതിൽ പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നാക്കുപിഴ അദ്ദേഹം മാറ്റി അതിന് മറുപടി പറഞ്ഞു പോകുകയാണെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ട പറയുകയോ. കോൺഗ്രസ് ഈ പറഞ്ഞ ആരാണ് നമ്മുടെ BJPന്റെ നേതാവുണ്ടല്ലോ ഇന്നത്തെ കാസർഗോഡ് മത്സരിച്ചേ ആരാ? ഇപ്പൊ കോൺഗ്രസ് പിന്നെ അല്ലല്ല മുൻപത്തെ ജനസംഘത്തിന്റെ നേതാവ് രാജഗോപാൽ എങ്ങനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കാസർഗോഡ് രാജഗോപാൽ സ്ഥാനാർത്ഥിയായി? അതിന് മറുപടി പറ. അതിനുശേഷം ഈ പറഞ്ഞ എത്രയോ വർഷം പോയി. അന്നത്തെ എന്താ ഉദ്ദേശം എന്നറിയോ? അന്ന് ജനസംഘത്തായാലും കുഴപ്പമില്ല, RSS ആയാലും കുഴപ്പമില്ല, EMSനെ തോപ്പിക്കണം. പട്ടാമ്പിയിൽ അതാണ് സംഭവിച്ചത്. അതാണ് RSS മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ജനസംഘം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസും ലീഗെല്ലാം കൂടി പോയിട്ട് സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കണം. എന്നിട്ട് ജയിച്ചോ? തോറ്റു. അന്ന് കോൺഗ്രസ് RSSന്റെ കൂടെ നിന്ന് മത്സരിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ തോറ്റില്ലേ? എല്ലാം ഒരു സ്ഥലത്ത് ജയിക്കാൻ കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അത്ര ആവേശമുണ്ടെങ്കിൽ 77 ഒന്നിച്ച് മത്സരിച്ചിട്ട് ജനതാ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും, ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും, ജനസംഘങ്ങളും, കോൺഗ്രസ്, എല്ലാ പാർട്ടികളും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥ മാത്രമല്ല ജനതാ പാർട്ടി കപിൽ മോഹൻ വഴി ഇല്ല അങ്ങനെയല്ല. അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ജനതാ പാർട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടത് എങ്ങനെയാണെന്നല്ലേ? അതായത് എങ്ങനെയാണ് മൊറാർജി ദേശായിയെ താഴെ ഇറക്കി ചരൺ സിംഗിനെ കൊണ്ടുവന്നതല്ലേ? ആ ചരിത്രം അറിയണമെങ്കിൽ ഈ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസിഷൻ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് കപിൽ മോഹൻ എന്ന് പറയുന്ന ഓൾഡ് മംഗറം എന്ന ഡിസ്റ്റിലറിയുടെ ഉടമ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഈ ബാക്ക് ട്രാക്കിംഗ് നടത്തി. പിണറായി വിജയൻ നമ്മളെല്ലാവരും വായിച്ച പുസ്തകമാണത്. നമ്മളെല്ലാവരും വായിച്ച പുസ്തകമാണ്. എങ്ങനെ വീഴ്ത്തി എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള നരേഷനാണ്. അത് തീർന്നിട്ടില്ല. ഇതും കൂടി കേൾക്കൂ. ചരൺ സിംഗ് വരുന്നതിന് കാരണമായത് ഇരട്ട അംഗത്വം വരുമ്പോൾ RSSലെ അംഗങ്ങൾക്ക് നിലവിൽ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുക്കാമെന്ന നില വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നു. ഇരട്ട അംഗത്വത്തെ എതിർത്തപ്പോ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു നാക്കുപിഴ പറ്റി. ആ നാക്കുപിഴ അദ്ദേഹം തിരുത്തുന്നു. അത് അംഗീകരിക്കാതെ അങ്ങനെയാണ് CPM ആണിത് മുഴുവൻ ചെയ്തെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ആ ചരിത്രം പറയുന്നതാണ്. ആ ചരിത്രത്തിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ മുഴുവൻ നിന്ന് കോൺഗ്രസ് ആണ്. സുന്ദരയ്യന്റെ കത്ത് മാത്രം നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇന്ത്യ ആരാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്? ജനസംഘവും RSSും ഇന്ത്യയിൽ വളരാനും ഞാൻ പറയും. അല്ല ഒരു മിനിറ്റ്. ഇപ്പൊ എന്താണ് ഗോവിന്ദ മാഷ് RSSന്റെ കൂടെ സഖ്യം ചേർന്നു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹം തന്നെ എനിക്ക് പറ്റിയ നാക്ക് പിഴയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് ഞാൻ പറയുന്നു ആദ്യം തുടങ്ങി അവസാനം വരെ പിന്നെ കേരളത്തിൽ മുഴുവൻ RSS ആണ് ചെയ്തെന്ന് പറയില്ല. ഞാൻ പറയുന്ന അറിയോ, ഇന്നത്തെ കാണുന്ന BJPയും ഇന്നത്തെ കാണുന്ന ജനസംഘവും ഇന്നത്തെ കാണുന്ന RSSും എല്ലാം ഉണ്ടാവാൻ
പോകാൻ ഏക കാരണം എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയാണ്. നോക്കൂ, അത് ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭത്തെ ജനസംഘം ജനസംഘം അത് ഉപയോഗിക്കുകയായിരുന്നു ഫലപ്രദമായി. ഏത് അടിയന്തരാവസ്ഥ ഒരു എതിർ പാർട്ടിക്ക് ഒരു സംവിധാനം കിട്ടി അത് വൃത്തിയായിട്ട് ഉപയോഗിക്കില്ലേ? അത് അല്ല, അങ്ങനെയാണെങ്കിൽ ഈ RSS ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചെന്തിനാ? ആയിക്കോട്ടെ, അത് ഓരോ കാലത്തും ഉണ്ടായ കാര്യങ്ങൾ കോരിബ സഖ്യത്തെ ആരെങ്കിലും തള്ളുന്നുണ്ടോ? അതുണ്ടായ കാര്യമല്ലേ? ഞാൻ ചോദിക്കുന്നത് കാസർഗോഡ് പോലെ 1971 പാലക്കാട് പോലെ ഒറ്റ കാര്യമുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് CPM RSSന് പിന്തുണ കൊടുക്കുകയോ RSS CPM സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയോ ചെയ്ത് വിജയിപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്തൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് 1977 അടിയന്തരാവസ്ഥയുടെ എന്താണ് ശിവദാസ മേനോന് വേണ്ടിയിട്ട് LK അദ്വാനി വന്നു എന്ന് പറഞ്ഞതല്ല. അതൊരു കോണ്ടെക്സ്റ്റ് എടുത്ത് കാണിക്കാനുണ്ടോ? ആ കോണ്ടെക്സ്റ്റ് ആണ് ഞാനും ജിമ്മിയും പറഞ്ഞൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. മറ്റ് സാഹചര്യങ്ങളിലെ കോണ്ടെക്സ്റ്റ് ഇപ്പൊ പ്രസക്തമായിട്ട് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയട്ടെ, ഇത് ഇപ്പൊ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ വർഗീയ രാജ്യമാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ട് പരസ്യമായി പറയുന്ന ആരാണ്? അല്ല, വർഗീയ രാജ്യം എന്നല്ല, മതരാഷ്ട്രം ഇറങ്ങിയത് പാർട്ടിയുടെ പേര് കോൺഗ്രസ്. അത് ഇപ്പോഴാണ് കാര്യം. Meet the editors.